ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർ 8:33 പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആർക്ക് കുറ്റം വിധിക്കാൻ കഴിയും? ദൈവം എപ്പോഴും ഒരാളുടെ പൊക്കമോ മുഖമോ പുറമേയുള്ള അപ്പിയറൻസ് നോക്കിയിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഈ മനുഷ്യൻ ഒരാള് ദൈവത്തിന് എങ്ങനെ ഡെഡിക്കേറ്റഡ് ആണ്, ദൈവത്തിന് വേണ്ടി എങ്ങനെ നിൽക്കാനുള്ള മനസ്സുണ്ട് എന്ന് നോക്കിയിട്ട്, ദൈവം ഹൃദയത്തെ നോക്കിയിട്ടാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം ആദ്യം ശൗലിനെ രാജാവായിട്ട്, ഇസ്രായേലിന് രാജാവായിട്ട് തിരഞ്ഞെടുത്തു. ശമൂവേൽ എന്ന പ്രവാചകനിലൂടെയാണ് ശൗലിനെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, ശൗലിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ശൗലിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പം ജനമധ്യേ നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ ജനത്തിലെല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ളതായിരുന്നു. അപ്പം നല്ല ഹൈറ്റുള്ള ഒരാളായിരുന്നു ഈ ശമൂവേൽ. അപ്പം ശമൂവേൽ അവിടെ പറയാണ്, യഹോവ തിരഞ്ഞെടുത്തവനെ കാണുന്നു, സർവ്വജനത്തിലും അവനെ പോലെ ഒരുത്തനുമില്ല. അപ്പം അത്രയും യോഗ്യനായിട്ടുള്ള ഒരാളായിരുന്നു ശൗല്. ജനമധ്യേ നിന്ന് കഴിഞ്ഞാൽ അത്ര പൊക്കത്തിലൊക്കെ ഇരിക്കുന്ന ഹൈറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ യോഗ്യനായിട്ട് കണ്ടത്. ഇത്രയും യോഗ്യനായ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്നൊക്കെ പറയുന്ന അവിടെ ഒരു അനുഭവം ഉണ്ട്. എന്നാൽ ശൗലിനെ തിരഞ്ഞെടുത്തെങ്കിലും ശൗലിന്റെ അനുസരണക്കേട് മൂലം, ഈ അപ്പിയറൻസ് മാത്രമേ ശൗലിന് ഉണ്ടായിരുന്നുള്ളൂ. ശൗൽ എന്താണ്, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുമൂലം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞെന്നറിഞ്ഞ് ഈ പ്രവാചകനായ ശമൂവേലിന് ഒത്തിരി ദുഃഖമായി. അതൊക്കെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്നു. അപ്പം ദൈവം പറഞ്ഞു, നീ എത്രത്തോളം ദുഃഖിച്ചിരിക്കും, ഞാൻ മറ്റൊരു രാജാവിനെ കണ്ടിട്ടുണ്ട്, എൻ്റെ മനസ്സിന് ബോധിച്ച ഒരു രാജാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നീ തൈലക്കൊമ്പി തൈലം നിറച്ച് പുറപ്പെടുക എന്ന് പറയും. അപ്പം ഇശായിയുടെ ഭവനത്തിലേക്ക് ദൈവം അയക്കുകയാണ്. അപ്പം ഇശായിയുടെ ഭവനത്തിൽ ഇശായി എന്ന് പറഞ്ഞ ആൾക്ക് 8 പുത്രന്മാരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരെല്ലാം പന്തിക്കിരുത്താൻ പറഞ്ഞു. ഈ അപ്പനും അമ്മയാണെങ്കിൽ ഈ 7 പുത്രന്മാരെയും വിളിച്ചു വരുത്തി. ഇശായിയുടെ 7 പുത്രന്മാരെയും വിളിച്ചു വരുത്തി ഇവരെല്ലാം ഇരുത്തി. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ശമൂവേലിന്റെ മനസ്സിലും ശൗലിന് പകരം രാജാവാൻ പറ്റിയ യോഗ്യതയുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. എന്നാൽ മൂത്ത മകനെയൊക്കെ മുന്നിലോട്ട് കൊണ്ടുവന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീ ആരുടെയും പൊക്കമോ മുഖം ഒന്നും നോക്കണ്ട, ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. മനുഷ്യൻ എപ്പോഴും എങ്ങനെയാ കണ്ണിന് കാണുന്നതാണ് നോക്കുന്നത്, എന്നാൽ യഹോവ എങ്ങനെയാ ഹൃദയത്തെ നോക്കുന്നു. അപ്പൊ ദൈവം എപ്പോഴും ഹൃദയത്തെയാണ് നോക്കുന്നത്, മനുഷ്യനോ കണ്ണിന് കാണുന്ന നോക്കുന്നു എന്ന് കർത്താവ് പറയുവാണ്. ദൈവം അവിടെ അരുളി ചെയ്യാണ് ശമൂവേലിനോട്. അപ്പൊ അങ്ങനെ ഈ 7 മക്കളെയും വരുത്തിയെങ്കിലും മക്കളെല്ലാവരും ആയോന്ന് ഈ ശമൂവേല് ഇശായിയോട് ചോദിക്കുക. അപ്പൊ പറയാണ്, ഇനി ഒരുത്തനുണ്ട്, അവൻ ഇളയവനാണ്, അവന് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ശമൂവേല് പറയുകയാണ്, അവൻ വരാതെ നമ്മൾ ആരും പന്തിക്കിരിക്കത്തില്ലെന്ന്. അപ്പൊ അപ്പനും അമ്മയും ഒരു വിലയില്ലാതെ, ഏത് അപ്പനും അമ്മയാണെങ്കിൽ പോലും മക്കളെ എല്ലാം വിളിക്കുക എന്ന് പറയുമ്പം എല്ലാ മക്കളെയും വിളിക്കും. എന്നാൽ ഈ 8ാമത്തവനായ ദാവീദിനെ ഒരു വിലയുമില്ലാതെ അവരിട്ടത് കൊണ്ടാണ് അവർ ഈ ഒരു പന്തിക്കിരിക്കാൻ വിളിച്ചിട്ട് പോലും അവരാ മകനെ വിളിക്കാതെ ബാക്കി എല്ലാവരെയും കൊണ്ടിരുന്നത്. എന്നാൽ ദൈവം ഈ ദാവീദിന്റെ ഹൃദയത്തെ കണ്ടതുകൊണ്ട് അവൻ വരാതെ നമ്മൾ പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പം അവൻ തീരെ ചെറിയ ബാലനായിരുന്നു, കോമള രൂപിയും പവിഴ നിറവുള്ള ചെറിയ ബാലനായിരുന്നു. എന്നാൽ ദൈവം ഈ ശമൂവേലിനോട് പറയുവാണ്, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചത് എന്താണ്? ഹൃദയപ്രകാരം. ഹൃദയമാണ് ദൈവം നോക്കിയത്. ദാവീദിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടാനുള്ള ഹൃദയമാണ് ദൈവം നോക്കിയത്. കഴിവോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ദൈവം അതെല്ലാം പിന്നീട് ദാവീദിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ളൊരു മനസ്സുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കിയത്. ദാവീദിനേക്കാളും കഴിവുള്ള സഹോദരന്മാര് ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാം തള്ളിക്കളഞ്ഞ് ഈ കോമള രൂപിയും പവിഴ നിറവുമുള്ള ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? ഇപ്പം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളെയും പലരും മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും. കഴിവിൻ്റെ പൊക്കമോ രൂപമോ കഴിവോ ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുക. എന്നാൽ ദൈവം എന്താ നമ്മളിൽ നിന്ന് നോക്കുന്നത്? ഒരിക്കലും നമ്മുടെ പൊക്കമോ സൗന്ദര്യമോ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനുള്ളൊരു മനസ്സുണ്ടോ?
ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ഹൃദയത്തെയാണ് ദൈവം തൂക്കി നോക്കുന്നത്. ഹൃദയപ്രകാരം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കുറ്റം മതി. അപ്പം മറ്റൊരു മനുഷ്യർ തള്ളിക്കളഞ്ഞതാണെങ്കിലും ആരും ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. മനുഷ്യർ എന്നെ തള്ളിയല്ലോ, എൻ്റെ കഴിവില്ലായ്മ കൊണ്ട്, എൻ്റെ സൗന്ദര്യമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് കൊണ്ടോ എൻ്റെ കഴിവില്ലായ്മ കൊണ്ടോ ഒക്കെ മനുഷ്യർ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കേണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം, നമ്മുടെ ഹൃദയങ്ങളെയാണ് ദൈവം തൂക്കി നോക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.